കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഒരാഴ്ച കൂടി നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ 18 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. അടുത്ത കൊല്ലം ജനുവരി 22 വരെ പരാതികൾ നൽകാൻ. ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ചീഫ് സെക്രട്ടറി, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നിവരുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളിയാഴ്ച ചർച്ച നടത്തിയിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ SIR നടപടികൾ ഒരാഴ്ച നീട്ടണമെന്ന് ചീഫ് സെക്രട്ടറി അഭ്യർത്ഥിച്ചു. പട്ടികയുടെ ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള നടപടികൾ 90% പൂർത്തിയായെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു. രണ്ടു ഭാഗവും കേട്ട ശേഷമാണ് ഒരാഴ്ച കൂടി നീട്ടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി കേരള സർക്കാരും രാഷ്ട്രീയ പാർട്ടികളായ മുസ്ലിം ലീഗ്, CPM, കോൺഗ്രസ്, CPI തുടങ്ങിയവയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അഭിപ്രായം സുപ്രീം കോടതി തേടി. SIR തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് അഭിപ്രായപ്പെട്ട സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. 2 ദിവസത്തിനുള്ളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനും നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയെയും CEO യെയും കണ്ടത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.